നമ്മുടെ ചില സമീപനങ്ങളിലെല്ലാം ഈ ഒരു കപടവിശ്വാസിയുടെ ഒരു ഛായ നമ്മുടെ സ്വഭാവങ്ങളിൽ വന്നു പോകുന്നുണ്ടോ എന്ന ഒരു ആത്മപരിശോധന നമ്മൾ ഏവരും നടത്തേണ്ടതുണ്ട്. കാരണം നമ്മൾക്ക് ഭയങ്കര ആത്മവിശ്വാസത്തിൽ ഞാനൊക്കെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലാണെന്ന് വിശ്വസിച്ച് ജീവിക്കണം, അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ അങ്ങനെ തന്നെയാണോ എന്നതിനെക്കുറിച്ച് നമ്മളൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ്. ഒന്നാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാറ്റിലും നമ്മളുണ്ടാവും, പക്ഷെ കുറച്ചൊരു ത്യാഗം ചെയ്യേണ്ട സന്ദർഭത്തിൽ നിന്ന് മെല്ലെ ബാഗിക്കും. അതാണ് കപടവിശ്വാസികളുടെ ഒരു പ്രധാനപ്പെട്ട നിലപാട്. വമാ മനഅഹും അൻ തുഖബല മിൻകും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വബിറസൂലി വലാ യഅതൂന സ്വലാത്ത ഇല്ലാ വഹും കുസാല വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. അവർ ചെലവഴിക്കുന്നതൊന്നും പടച്ചോൻ സ്വീകരിക്കാതിരിക്കാൻ കാരണം അവർ കാഫിറായത് കൊണ്ടാണ്. അവിശ്വാസിയിൽ നിന്ന് ഒന്നും അള്ളാഹു സ്വീകരിക്കില്ല. മാത്രമല്ല, അവർ നിസ്കാരത്തിന് വരുമ്പോൾ എങ്ങനെ വരിക? ഇല്ലാവഹും കുസാല, മടിയന്മാരായി. സുഹൃത്തുക്കളെ, നിസ്കാരം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആസ്വാദനമുള്ളൊരു പ്രവൃത്തി വിശ്വാസിക്ക് വേറെ ഇല്ല എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഈ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആശങ്കകളുമുള്ള ഈ ദുനിയാവെന്ന് നമ്മളാണ് പോകുകയാണ്, ഔട്ടാവാണ്. ഈ ടെൻഷൻ അടിക്കണ എല്ലാ ചിന്തകളിൽ നിന്നും നമസ്കാരം എന്ന അള്ളാഹുവിൻ്റെ സ്മരണ എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ ഈ ദുനിയാവുന്നുണ്ട് പോവുകയാണ്. അതുകൊണ്ട് ഏറ്റവും ആസ്വാദകരമായി അതിൻ്റെ ലക്ഷ്യവും അതിൻ്റെ പ്രതിഫലവും അതിൻ്റെ കൂലിയും ചിന്തിക്കാത്ത ഒരുത്തിന് ഇത്ര പണിയുള്ള ഒരു കാര്യം വേറെ ഉണ്ടാവില്ല. അതാണ് അസ്കൽ, ഏറ്റവും ഭാരമുള്ള പ്രവൃത്തി മുനാഫിക്കങ്ങൾക്ക് അതാണെന്ന്. അപ്പം നമ്മളും നിസ്കാരത്തിൽ അങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കൾ. നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ പരമാവധി എന്താണ് നിസ്കാരത്തിന് വേണ്ടിയുള്ള അധ്വാനം കുറക്കുക എന്താണ്. അതിപ്പോൾ ശരിയായി നിൽക്കണമെങ്കിൽ ഉളക്കൊന്ന് ശരിക്കെടുത്ത് ആ ജമാഅത്തിന് പള്ളിയിൽ പോയി അങ്ങനെയൊക്കെ തന്നെ പ്രത്യേക ആ കൃത്യസമയത്ത് തന്നെ നിർവഹിച്ച്, അതല്ല പരമാവധി ജമാഅത്തിൽ പങ്കെടുക്കാതെ നിസ്കാരത്തിൻ്റെ ആ നിബന്ധനകൾ പാലിക്കാതെ ഓതാളവും ചെല്ലാളതും ഒരു സാവകാശത്ത് ചൊല്ലാതെ, അതൊക്കെ ഒരു കടമക്ക് ഞാനും ഈ കൂട്ടത്തിൽ ഒരാൾ നിലക്ക് ബോധ്യപ്പെടുത്തി പോകുന്ന രൂപത്തിലാണോ? അതൊക്കെ ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുവിന് ചെയ്യേണ്ട ശാരീരിക പ്രവൃത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തി എന്ന നിലക്ക് നിർവഹിക്കുന്നുണ്ടോ എന്നാണ്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല യുറാഊനന്നാസ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. മടിയന്മാരായിട്ട് നിസ്കാരത്തിൽ വരുള്ളൂ. സൂറത്തുൻ നിസായിൽ പറയുന്നു അതേ കാര്യം. എന്താണ് പിന്നെ പ്രത്യേകത? ജനങ്ങളെ കാണിക്കാനാണ് നിസ്കാരം. വലാ യദ്കുറൂനല്ലാഹ, നിസ്കരിക്കാൻ നിന്ന പടച്ചോനെ കുറിച്ച് ആലോചിച്ചത് വളരെ കുറവായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായി നമസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ ആ നിസ്കാരം ഏറ്റവും നന്നായി നിർവഹിക്കാനും അല്പം ബുദ്ധിമുട്ടിയിട്ട് സുബൈക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് പള്ളിക്ക് പോയാൽ, നമ്മുടെ ഈ ഇരിക്കുന്ന നമ്മൾ ഈ ഖുതുബ കേൾക്കുന്ന ആരുടെ പരിസരത്താണ് സുഹൃത്തുക്കളെ പള്ളിയില്ലാത്തത്? ആരെ മുറ്റത്താണ് ഒരു ബേക്കെങ്കിലും ഇല്ലാത്ത ആളുകളൊക്കെ ഇന്ന് വളരെ കുറവാണ്. ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് സുബൈക്ക് പള്ളിയിൽ പോകാനൊരു തോന്നൽ മനസ്സിൽ ഇത്ര കാലമായിട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ആയത്തൊക്കെ ഒന്ന് മനസ്സിരുത്തി വായിക്കണ്ടേ എന്നുള്ളതാണ്. രണ്ടാമത് ഇവിടെ സ്വഭാവത്തെ പറഞ്ഞത് പിശുക്കാണ്. എന്ത് വന്നാലും പൈസൻ്റെ സ്ഥലത്തെത്തുമ്പോൾ പിന്നേക്കാട് പോകും. മനസ്സിലായി? പണം കൊടുക്കാൻ, അത് പണം കൊടുക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? നമുക്ക് ഈമാൻ തന്നെ വേണം. ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പോക്കറ്റ് കൈയിട്ട് വലിയൊരു നോട്ട് വലിച്ചുകാട്ട് ബക്കറ്റ് കിടാൻ നമുക്ക് പറ്റൂല. അത് ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. കാരണം അറിയോ, പണത്തിനോടുള്ള നിലപാട് എന്താ വെച്ചാൽ നമ്മളൊരു പൈസ കൊടുക്കുകയാണെങ്കിൽ അതിനുള്ളൊരു ബെനിഫിറ്റ് കിട്ടണം എന്നാണ്. അതുകൊണ്ട് നമ്മൾ ബാർഗെയിൻ ചെയ്യണത്, അതുകൊണ്ട് നമ്മൾ പ്രൈസ് നോക്കണത്. 100 വട്ടം ആലോചിച്ചിട്ടൊരു സാധനം വാങ്ങാൻ കാരണം ഞാൻ എൻ്റെ പൈസ കൊടുക്കുമ്പോൾ എനിക്ക് അതിന് തുല്യമായത് കിട്ടണം. അത് കിട്ടിയിട്ടില്ലെങ്കിലോ ടെൻഷനാണ്, പ്രശ്നമാണ്. അങ്ങനത്തെ ഒരാൾ നമ്മളൊരു നോട്ട് എടുത്തിട്ട് ഒരു നല്ല കാര്യത്തിന് കൊടുക്കുമ്പോൾ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ 100 വട്ടം ആലോചിക്കൂല ഇതെനിക്ക് കിട്ടുമെന്ന്. അത് കിട്ടുമെന്നുള്ള ഈമാനുള്ളവനല്ലാതെ ആർക്കാണ് കൊടുക്കാൻ പറ്റുക? ഞാൻ മരിച്ചു പോയാൽ എനിക്കിത് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിലേ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ മറ്റുള്ളവർ കൊടുക്കണതാണ് നമ്മൾ അന്തം വിട്ട് നിൽക്കും. എങ്ങനെയാണ് ഇവർക്ക് ഇതിനൊക്കെ പറ്റുന്നു എന്നുള്ളതാണ്. അവരെ കുറിച്ച് പറയുന്നതാണ് വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. അങ്ങേയറ്റത്തെ വെറുപ്പോടുകൂടെയും അനിഷ്ടത്തോടുകൂടെയും മാത്രമേ ചെലവഴിക്കൂ. കൊടുക്കും, പക്ഷേ അഥവാ കൊടുത്തു പോയാലോ അനിഷ്ടത്തോടു കൂടെ മാത്രമേ ഉള്ളൂ. മറ്റൊരു സ്ഥലത്ത് ഇതേ സൂറത്തിൽ സൂറത്ത് തൗബയിലുള്ള ആയത്തുകളാണ് ഈ പറയണതൊക്കെ. വയഖബിലൂന ഐദിയഹും, അവരൊക്കെ ഒന്ന് പിടിച്ചിട്ട് ചെലവഴിക്കാൻ. അവിടെ കൈ ഇങ്ങനെ പിൻവലിക്കുന്നതാണ്, കൊടുക്കല്ല ചെയ്യുക. കൊടുക്കുന്നിടത്ത് അവർ മെല്ലെ പിറകോട്ട് വലിയുകയാണ് ചെയ്യുക എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നതാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു 10,000 റുപ്യ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, അതിൻ്റെ വില എത്രയാണ്? ഇതിൻ്റെ മൂല്യം എത്രയെന്നറിയോ? അത് വാപ്പാന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ ആശുപത്രിയിൽ ബില്ലടച്ചതാണെങ്കിൽ ഒരു ജീവന്റെ വിലയാണ് ആ 10,000-ത്തിനുള്ളത്. അക്കൗണ്ട് കിടക്കുന്ന ഡിജിറ്റൽ ഉണ്ടല്ലോ, ആ സംഖ്യ, അതിനൊരു വിലയില്ല സുഹൃത്തുക്കളെ, ഒരു വിലയില്ല. മരിക്കുന്ന സമയത്ത് നിങ്ങളെ ചികിത്സിക്കാൻ പോലും നിങ്ങളുടെ അക്കൗണ്ടിലെ പണം പിൻവലിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മൾ മരിക്കുമ്പോഴേ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കണമെങ്കിൽ നമ്മളെ ഒപ്പ് വേണ്ടേ സുഹൃത്തുക്കളെ? നമ്മൾ പാസ്വേഡ് പറഞ്ഞു കൊടുക്കണ്ടേ?
അതുകൂടി അനന്തരാവകാശം എടുക്കും. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിൻവലിക്കാൻ പറ്റില്ല, അത് പിന്നെ വേറെല്ല ആൾക്കാരെടുക്കും. നമ്മുടെ പണത്തിൻ്റെ വില അവിടെയാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യത്തിന് വിടും. 10,000 രൂപയ്ക്ക് ഒരു ഷൂ വാങ്ങിയാലോ 10,000-ൻ്റെ മൂല്യം, ഒരു ഷൂവിൻ്റെ വിലയാണ് 10,000-ൻ്റെ വില എന്ന് പറഞ്ഞത്. അവിടെ നമ്മുടെ പണം മൂല്യവത്തായി ചെലവഴിക്കണമെന്ന വിശ്വാസ ബോധമുണ്ടല്ലോ, അത് ഈമാനിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. അത് ആർക്കുണ്ടാവില്ല അറിയോ? വിശ്വാസത്തിൽ കാപട്യമുള്ളവർക്ക് ഉണ്ടാവില്ല എന്നാണ്. പിന്നെ യുദ്ധത്തിന് പോകുക എന്നുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നാണ്. തൻ്റെ ജീവൻ എന്തെങ്കിലും പരിക്ക് പറ്റുന്ന ഒരു കാര്യം ദീനിനു വേണ്ടി ചെയ്യേണ്ടി വന്നാൽ ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹ് വകരിഹു അൻ യുജാഹിദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്. യുദ്ധത്തിന് പോകാതെ പിന്തി നിൽക്കാം. പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഇരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുക? യുദ്ധത്തിന് പോകാതെ ഇരിക്കാം. ആ ഇരുത്തം കൊണ്ട് അവർ സന്തോഷിക്കുന്നതാണ്. നമുക്ക് സാധാരണ ഒരു നല്ല കാര്യത്തിന് പോകാൻ അസുഖം കൊണ്ട് തടസ്സം ഉണ്ടാവുകയാണെങ്കിൽ ടെൻഷനല്ലേ ഉണ്ടാവുക. ഇപ്പോൾ ജമാഅത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരുത്തർ കാലിന് എന്തെങ്കിലും ഫ്രാക്ചറായി വീട്ടിലിരിക്കുകയാണെങ്കിൽ എന്താണ്, പടച്ചോനെ നിസ്കരിക്കാൻ പോകാൻ പറ്റിയില്ലല്ലോ, എനിക്ക് ഇരുന്ന് നിസ്കരിക്കുകയാണല്ലോ, ഞാൻ നേരെ ആ സങ്കടമല്ലേ ഉണ്ടാവുക. ഇവർക്ക് യുദ്ധത്തിന് പോകാൻ കഴിയാതിരുന്നാൽ, ചെറിയൊരു സമ്മതം പോകാതിരിക്കാൻ കിട്ടിയാൽ അവർ വളരെ സന്തോഷത്തോടു കൂടെ കഴിച്ചു കൂട്ടുമെന്നാണ്. ഇനി വളരെ അടുത്ത് ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത വല്ല അവസരങ്ങളുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ യുദ്ധത്തിന് വന്നേക്കാം. 4-മത്തൊരു കാര്യം സൂറത്തിൽ വായിക്കുമ്പോൾ കാണാൻ തരും. നമ്മൾ സാധാരണ വിശ്വാസം എന്താ ചെയ്യുക? നല്ലത് കൽപ്പിക്കും, ചീത്ത വിരോധിക്കും. എന്നാ ഇവരെന്താ അറിയോ? അൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ബഅ്ളുഹും മിൻ ബഅദ് യഅ്മുറൂന ബിൽ മുൻകർ വയൻഹൗന അനിൽ മഅറൂഫ് വയഖബിലൂന ഐദിയഹും. യഅ്മുറൂന ബിൽ മുൻകർ, തിന്മക്ക് കൽപ്പിക്കും. നന്നായിട്ട് ഇസ്ലാമിൻ്റെ ഹിജാബൊക്കെ ഇട്ടൊരു പെണ്ണിറങ്ങിയാൽ അവളോട് ചോദിക്കും, ഇങ്ങനെ ഇത്രത്തോളൊക്കെ മറക്കേണ്ട കാര്യമുണ്ടോ എന്നാ ചോദിക്കുക. എന്നാൽ അങ്ങനെയൊന്നും അല്ലാതെ ഇറങ്ങിയാൽ എന്താണ്? അവരോടൊന്നും ചോദ്യമല്ല, ഇതൊക്കെ ഒന്ന് ശരിയാക്കിട്ടൂടെ എന്ന് പറയാൻ തോന്നൂല. ശരിയാക്കിട്ട ഒരാളോട് എന്തിനാ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കാൻ മനസ്സ് വരും. നമ്മളെ വിശ്വാസത്തിൻ്റെ അവസ്ഥ നോക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ പലരോടും പല കാര്യങ്ങളിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. എന്താ? ഒരു നന്മയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനാണോ പറഞ്ഞത്? ഒരു നന്മക്ക് പ്രചോദനം നൽകാനാണോ പറഞ്ഞത്? ഖുർആൻ എത്ര സ്ഥലത്തുണ്ടല്ലേ? യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. ഇവിടെ എന്താ പറഞ്ഞത്? നേരെ തിരിച്ച്, യഅ്മുറൂന ബിൽ മുൻകരി വയൻഹൗന അനിൽ മഅറൂഫ്. തിന്മ കൊണ്ട് അവർ കൽപ്പിക്കും, നന്മ കൊണ്ട് അവർ വിരോധിക്കും എന്നാ പറഞ്ഞു. അപ്പോൾ നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സ് വിശ്വാസിക്കാണ്ടാവുക. നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു മനസ്സ് എന്താണ്? നല്ല തിന്മ, ഒരാൾ നിസ്കരിക്കാതെ നടന്നാൽ, കള്ളുടിച്ച് നടന്നാൽ നരകത്തി പോകുമല്ലോ പടച്ചോനെ എന്നുള്ളൊരു ബേജാറ് ആർക്കുണ്ടാകുക? അതിലൊക്കെ ഈമാനുള്ള ആൾക്കാർക്കല്ലേ ഉണ്ടാവുള്ളൂ. അതൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളുടെ തിന്മ കാണുമ്പോൾ ഒരു വേദനയും തോന്നുകയില്ല എന്നാണ്. പിന്നെന്താ? നുണ പറയാം. ഞാൻ പറയാം, ഒരു വിശ്വാസിക്കൊരിക്കലും പ്രത്യക്ഷമായൊരു നുണ പറയാൻ പറ്റില്ല. അപ്പം നമ്മുടെ മക്കളൊക്കെ എപ്പോഴാ കളവ് പറയാം? എപ്പോഴാ കളവ് പറയാം? നിങ്ങൾ അവർ നമുക്കിഷ്ടമുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നുണ പറയേണ്ടി വരില്ല. എന്താണ് നേരം വൈകിയെന്ന് വെച്ചാൽ സത്യം പറയും. സ്കൂൾ കുറച്ച് വൈകിട്ടാണ് വിട്ട്, എന്നാൽ സുഹൃത്തുക്കൾ അവർ കൂട്ടുകെട്ടുണ്ട്, കുറച്ചൊക്കെ വേണ്ടാത്ത പരിപാടി ഉണ്ടെങ്കിൽ എന്താ പറയാ? നുണയെ പറയാം. കാരണം കളവ് പറഞ്ഞിട്ടേ അവൻ്റെ സത്യസന്ധത ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ. നമ്മൾ സത്യസന്ധമായി ജീവിക്കുന്നുവെങ്കിൽ എന്താ നമുക്ക് സത്യം പറഞ്ഞാൽ? നമ്മൾ സത്യസന്ധമായി ജീവിക്കാതെ സത്യസന്ധനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ നുണ പറയില്ലാതെ ഇതിന് വേറെ പരിഹാര മാർഗങ്ങളൊന്നുമില്ല. കളവ് പറയാനേ പറ്റും. ഇടപാടുകളിൽ സത്യസന്ധമില്ലാത്ത ആളുകൾ, സംസാരങ്ങളിൽ സത്യസന്ധമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? അവരെപ്പോഴും ജീവിതത്തിൽ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കണം. എവിടെ ചെന്നാലും നുണ പറയേണ്ടി വരും. ആ നുണ പറയാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഉള്ളിൽ സത്യസന്ധമായി ജീവിക്കണം. യഹ്ലിഫൂന ലക്കും ലിതർലൗ അൻകും. നിങ്ങൾ അവരെ തൃപ്തിപ്പെടാൻ അവർ സത്യം ചെയ്തുകൊണ്ട് പറയും, നുണ പറയും. ഇനി നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നുണ പറഞ്ഞ് സ്ഥാപിച്ചെടുത്തിട്ട് എന്താ കാര്യം? വഇന്നല്ലാഹ ലാ യർലാ അനിൽ ഖൗമിൽ ഫാസിഖീൻ. ഈ ധിക്കാരികളായ ജനങ്ങളെ അല്ലാഹു തൃപ്തിപ്പെടൂല. അതുകൊണ്ട് നുണ പറഞ്ഞിട്ട് കാര്യങ്ങൾ സാധിക്കാം. ഒരു വിശ്വാസി, ഉള്ളിൽ വിശ്വാസമുള്ളവന് നുണ പറഞ്ഞു പോകാൻ പറ്റില്ല. അത് ആയത്തുൽ മുനാഫിഖ് സലാസ, കപടവിശ്വാസി ലക്ഷണം 3 ഇദാ ഹദ്ദസ കദബ. സംസാരിച്ചാൽ കളവ് പറയും. സംസാരിച്ചാൽ കളവ്. നുണ പറയേണ്ടി വരുന്നുണ്ടോ എങ്കിൽ നമുക്ക് സത്യസന്ധമായി ജീവിക്കാൻ പറ്റുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മാത്രമല്ല അവർ വിശ്വാസികളെ പരിഹസിക്കുന്നതാണ്. വിശ്വാസികളെ പരിഹസിക്കും. കുറച്ച് നന്നായി നടക്കുന്ന ഒരാളെ കണ്ടാൽ നമുക്കൊരു ആദരവല്ലേ തോന്നേണ്ടത്? നന്നായി ജീവിക്കുന്ന ഒരാളെ കണ്ടാൽ ഒരു ആദരവാണ് തോന്നുന്നത്. പക്ഷെ അവരെ പരിഹസിക്കും. وَمِنْهُمْ مَنْ يَلْزِمُكَ فِي الصَّدَقَاتِ فَإِنْ أُعْطُوا مِنْهَا رَضُوا وَإِنْ لَمْ يُعْطُوا مِنْهَا إِذَا هُمْ يَسْخَطُونَ. എന്താണ് അവരുടെ ഒരു സ്വഭാവം നോക്ക് നിങ്ങൾ. ഒരാൾ നല്ല സംഭാവന കൊടുക്കണം, എന്തിലും കുറ്റം കാണുക. നല്ല മനസ്സേ ഇല്ല, എങ്ങനെ കുറ്റം കാണുക? നന്നായിട്ടൊരാൾ സംഭാവന കൊടുത്താൽ പറയുന്നത് അതൊക്കെ പേരെടുക്കാൻ കൊടുക്കുകയാണെന്ന് പറയും.
എന്നാൽ ഒരു സാധു ഒന്നും കയ്യിലില്ല, വളരെ കുറഞ്ഞൊരു സംഖ്യ കൊടുക്കുകയാണെങ്കിൽ അപ്പം എന്താ പറയാ? അത് അള്ളാനെ ചെറുതാക്കുകയാണ്. പടച്ചോൻ ഇത്ര ചെറിയ പൈസക്ക് എന്തിനാ ആവശ്യം? അള്ളാഹ് കയ്യിലൊന്നും ആവശ്യമില്ല. രണ്ടായാലും പ്രശ്നമാണ്. എല്ലാ നന്മകളിലും എന്തെങ്കിലും ഒരു തകരാറ് കണ്ടെത്തി അതിങ്ങനെ പറഞ്ഞു നടക്കുക. അതിലൊരു എന്താ സംതൃപ്തിനാൻ കാരണം? നന്മ ചെയ്യാതെ ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ നന്മ ചെയ്യുന്നു എന്നുള്ളത് വല്ലാത്ത വേദന ഉണ്ടാകും. അപ്പം എന്താ ഉണ്ടാവുക? അവരുടെ നന്മകളെ കുറച്ച് കാണിക്കാനും അവരുടെ നന്മകളിൽ തകരാറ് കണ്ടെത്താനും അവർ ശ്രമിച്ചു കൊണ്ടിരിക്കും എന്നതാണ്. പിന്നെ ഒക്കെ ഈ സൂറത്ത് തൗബയിൽ പറയുന്നതാണ്. ഒന്ന് ഒഴിവുണ്ടാകുമ്പോൾ ഒന്ന് ഇരുന്ന് വായിച്ചാൽ നമുക്ക് നമ്മളെ കുറേ നേരാക്കാൻ ഇതിന് കാര്യങ്ങൾ കിട്ടും. വാക്കുകൾ, കരാറുകൾ അവർ ലംഘിക്കും. നബിയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞല്ലോ, എനിക്കൊന്ന് പ്രാർത്ഥിക്കും നബി. സഹലബയുടെ ചെറിയ സ്വീകാര്യത കുറവുണ്ടെങ്കിലും അത് മുഫസ്സിറുകളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതേമാതിരി എനിക്ക് വേണ്ടി പിന്നെ കുറച്ച് സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. അപ്പോൾ പ്രാർത്ഥിച്ചു. നബിസ്വലം പ്രാർത്ഥിച്ചപ്പോൾ എന്ത് വെച്ചാൽ അദ്ദേഹത്തിന് നിലവിലുള്ള ആടുകൾ വർദ്ധിച്ചു. ആയിട്ടുള്ള മേയ്ക്കാൻ സ്ഥലമല്ലാതെ ദൂരെ സ്ഥലങ്ങളിലേക്ക് മേയ്ക്കാൻ പോകേണ്ടി വന്നു. അവസാനം അയാൾ ജമാഅത്തിന് വരാതെ ജുമാക്ക് മാത്രം വരലായി. ജമാഅത്തുകളൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിന് ഒന്നിനും വരാൻ കിട്ടാത്ത അവസ്ഥ കിട്ടി. പിന്നെ വിശ്വാസം അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചു എന്നാണ്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ വർധനവാണ് അദ്ദേഹത്തിന് വരാൻ പ്രയാസം ഉണ്ടാക്കിയത്. അപ്പോൾ ആൾക്കാരെന്ത് പറയുന്ന അറിയും? എനിക്ക് എന്തെങ്കിലും സമ്പത്തൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നന്നായിട്ട് കൊടുക്കും, ഞാൻ ചെലവഴിക്കും എന്ന് പറയും. അതാണ് മുനാഫിക്ക്. പൈസ ഉണ്ടായാൽ കൊടുക്കും എന്നറിയും. പൈസ ഉണ്ടായാൽ എന്തെങ്കിലും അവസ്ഥ? വമിൻഹും മൻ അഹദല്ലാഹ് ലഇൻ ആതാനാ മിൻ ഫദ്ലി ലനസ്സദ്ദഖല്ല വലനകൂനന്ന മിനസ് സ്വാലിഹീൻ. അവരിൽ ചില ആൾക്കാരുണ്ട്, അവർ പറയും ഞങ്ങൾക്കൊക്കെ പടച്ചോ നല്ല സമ്പത്ത് തരികയാണെങ്കിൽ ഞങ്ങൾ നല്ലതായിട്ട് സദക്ക കൊടുക്കും, ഞങ്ങൾ നല്ലവരിൽ ഉൾപ്പെടുന്നതാണ്. എന്നാൽ ഫലമ്മ ആതാഹും മിൻ ഫദ്ലി, അല്ലാഹ് നന്നായിട്ട് സമ്പത്ത് കൊടുത്താലോ ബഖിലൂ ബിഹി, അവർ പിശുക്ക് കാണിക്കും. വതവല്ലൗ വഹും മുഅ്രിദൂൻ, അവർ തിരിഞ്ഞു കളയുകയും ചെയ്യുന്നതാണ്. ഉണ്ടെങ്കിൽ കൊടുക്കാന്ന് പറയും. അതാണ് വാഗ്ദത്തം. ആ വാഗ്ദത്തം അവരെന്ത് ചെയ്യും? ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ലംഘിച്ച് കളയുന്നതാണ്. മാത്രമല്ല, വിശ്വാസികൾക്ക് എന്തെങ്കിലും ദുരന്തങ്ങൾ വരാൻ അവർ കാത്തിരിക്കുന്നതാണ്. അതുണ്ടായ സന്തോഷം. നല്ല ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഇടങ്ങേറ് വന്നാൽ അവർക്ക് സന്തോഷമാണ്. നിനക്ക് വല്ല നന്മയും വന്നാൽ അവർക്കത് വിഷമമുണ്ടാക്കും. എന്നാൽ അവർക്ക് വിശ്വാസികൾക്ക് എന്തെങ്കിലും ഇടങ്ങേറ് വന്നാൽ അവർക്ക് സന്തോഷം, എന്തെങ്കിലും അനുഗ്രഹങ്ങൾ വന്നാലോ അത് അവർക്ക് ഇടങ്ങേറായിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, നല്ല ആളുകളോട് ഒരു നല്ല അനുഭാവം തോന്നാൻ പറ്റാത്ത ഒരു മനസ്സിൻ്റെ ഉടമസ്ഥനാണ്. എത്രമാത്രം അവർ ചെയ്തു എന്നറിയങ്ങൾ. ഒരു പക്ഷേ ഉംറക്ക് പോയവർക്കൊക്കെ അറിയാൻ പറ്റും. മസ്ജിദ് കുബാ പള്ളി, അവിടുന്ന് ശരിക്കും നമ്മൾ വീട്ടിൽ തന്നെ ഒന്നെടുത്തിട്ട് അവിടെ നിസ്കരിക്കുകയാണെങ്കിൽ ഒരു ഉംറൻ്റെ കൂലി കിട്ടും. അത്രയും. എന്താ കുബാ പള്ളിൻ്റെ ശ്രേഷ്ഠത എന്താണ്? ഈ കുബാ പള്ളിൻ്റെ തൊട്ടടുത്ത് ഈ മുനാഫിക്കീങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കി. അപ്പോൾ പള്ളി ഉണ്ടാക്കി അറിയുമ്പോൾ നല്ലൊരു കാര്യമാണ്. അവർ ശരിക്കും പള്ളി ഉണ്ടാക്കിയത് എന്താ അറിയും? ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് ഒരു താവളം ഒരുക്കാനാണ് പള്ളി ഉണ്ടാക്കിയത്. ആമിർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരായിക്കൊണ്ട് ഖുറൈശിയോട് സഹായം ചോദിച്ചു, കിട്ടിയില്ല. പിന്നെ പോയിട്ട് കിസ്രക്കാരോട് സഹായം ചോദിച്ചു, അവിടുന്ന് കിട്ടിയില്ല. അദ്ദേഹത്തിനൊരു താവളമായിട്ടാണ് ഇവർ ഈ പള്ളി ഉണ്ടാക്കിയത്. അവസാനം ഇത് അതിന് വേണ്ടിയുള്ള പള്ളിയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ പ്രവാചകൻ നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചു. അള്ളാഹു പറഞ്ഞു, ആ പള്ളിയിൽ ഒരിക്കലും നീ നമസ്കരിക്കരുത് എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു. നബി നിസ്കരിച്ചില്ലെന്ന് മാത്രമല്ല, ആ പള്ളി പൊളിച്ചു മാറ്റാൻ വേണ്ടി, കത്തിച്ച് കളയാൻ വേണ്ടി ആളുകളെ ഏർപ്പെടുത്തി. അത് അവസാനം അങ്ങനെ കത്തിച്ച് കളഞ്ഞു എന്നാണ്. അപ്പോൾ പള്ളി ഉണ്ടാക്കുമ്പോൾ ഇതോട് പറഞ്ഞത് ഞങ്ങൾ നല്ല കാര്യത്തിനാണ് പള്ളി ഉണ്ടാക്കിയത്. എന്തിനാ നല്ല കാര്യം? ഇവിടെ നിന്ന് പാവപ്പെട്ടവരെ സഹായിക്കാനും അംഗവൈകല്യമുള്ളവരെ സഹായിക്കാനും ഒക്കെ വേണ്ടിയാണെന്നാണ് അവർ പറഞ്ഞത്. സത്യത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുസ്ലിങ്ങൾക്കുമെതിരെ അക്രമങ്ങൾ ചെയ്യാനും ദ്രോഹം ചെയ്യാനും തമ്പടിക്കാനുള്ള ഒരു താവളമായിട്ടാണ് അവർ പള്ളി ഉണ്ടാക്കിയത്. ആലോചിക്കുന്നത്. അതുകൊണ്ട് ആ പള്ളി പൊളിച്ചു കളയാൻ വേണ്ടി പറഞ്ഞു. നല്ലതിന് വേണ്ടി ഉണ്ടാക്കുമ്പോഴാണ് ആ നന്മ സ്വീകരിക്കപ്പെടുക. അപ്പോൾ അത്രമാത്രം ദ്രോഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇവരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും വിശുദ്ധ ഖുർആൻ നമ്മൾ വായിക്കുകയും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ സ്വയം സംസ്കരിക്കപ്പെടുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ദാർഢ്യതയിൽ നമ്മൾ ഈമാനോടുകൂടെ ഏത് പ്രതിസന്ധികളിലും ത്യാഗങ്ങളിലും നമ്മുടെ നിലപാടുകൾ ദീനിനു വേണ്ടി അനുകൂലമാക്കാൻ നമ്മൾ പരിശ്രമിക്കാം. അള്ളാഹു നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകളെ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവും.